മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ബാലചന്ദ്രനായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ബബിത, എന്താ ഞങ്ങളെയൊന്നും അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ, ഞങ്ങൾ എന്താ വേറെ ആരെയൊക്കെയാണോ? അച്ഛനാണെങ്കിൽ ചേച്ചിയെടുത്ത് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ എന്താണെന്ന് പോലും പറയുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആക്സിഡൻ്റ് കാര്യം അവർ പറഞ്ഞിട്ടില്ലായിരുന്നു അലീന അവരുടെ അടുത്ത്. ഇത് അറിയുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഫോൺ വിളിക്കാത്തത്, അവർ പേടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അലീനയാണെങ്കിൽ പറയാത്തത് കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളടുത്ത് വിളിക്കാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടൊന്നുമല്ല, ദൂരെയാ, റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ്. ആ ചേച്ചിക്ക് വിളിക്കുമ്പോൾ റേഞ്ച് കിട്ടുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല എങ്കിലും ചേച്ചിയെടുത്ത സ്നേഹം, എന്നിട്ടാ ചേച്ചി അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത്. ഇത് കേട്ടിട്ട് കൃഷ്ണ പറയുക, എന്തായാലും എങ്ങനെയായിരുന്നാലും കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലോ, ചേച്ചിയെ മനസ്സിലാക്കുന്ന ഒരു ദിവസം എല്ലാവരും വരും കേട്ടോ. അപ്പോഴത്തേക്കും ബബിത പറയുക, ഞാൻ കളിയാക്കിയല്ലേ പറഞ്ഞത്, അതിന് കാര്യമായിട്ട് എടുക്കണേ എന്തിനാ? എനിക്കറിയാം കളിയാണെന്ന്, പക്ഷേ ചില കാര്യങ്ങൾ കാര്യമായിട്ട് എടുത്തേ പറ്റുള്ളൂ എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ബബിത ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ ഗംഗാധരൻ്റെ അടുത്ത് പറയുക, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ ആ സ്റ്റാൻലിയെ കണ്ടുപിടിച്ചിട്ട് ഇനി അലീനെ അച്ഛൻ്റെ കൂടെ നിൽക്കട്ടെ, അവിടെ നിൽക്കുന്നതല്ലേ കുഴപ്പം, പിന്നെ സ്വന്തം അച്ഛൻ്റെ കൂടെ അവൾ ജീവിക്കട്ടെ, അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗാധരൻ്റെ അടുത്ത്. ഇത് കേട്ടത് ഗംഗാധരൻ പറയുക, എന്തിനാ അങ്ങനെയൊക്കെ? ഇപ്പം അവൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, നിന്നിട്ടെന്താ കാര്യം? അവൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ സഹോദരി വരില്ല എന്ന്, നിങ്ങളെ പുന്നാര പെങ്ങൾ പിന്നെ വരില്ല എന്ന് വെച്ചാൽ പിന്നെ അലീനയ്ക്ക് എവിടെയും നിൽക്കണ്ടേ? അതുകൊണ്ട് അവൾക്ക് നിൽക്കേണ്ട ഇടമൊക്കെ ഞാൻ നോക്കിക്കൊടുക്കാൻ തന്നെയാണ് പോകുന്നത്. അത് സുരക്ഷിതമായിട്ടുള്ള കയ്യിൽ തന്നെ അവൾ എത്തണം, അതെനിക്ക് നിർബന്ധമാണ്. ഇത് കേട്ടിട്ട് ഗംഗാധരൻ പറയുക, എന്തായാലും ഇത് തെറ്റ് തന്നെയാണ്, ഇത് വൈജയന്തി അറിഞ്ഞാലുള്ള കാര്യം അവൾ എന്ത് ചെയ്യുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തറിയാൻ, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് രണ്ടാമത്തിന് ഒരു കല്യാണത്തിന് സമ്മതിച്ചില്ലേ അവൾ? അതൊക്കെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നീ പോവേണ്ട ഒരു ആവശ്യവുമില്ല, അവളെ അച്ഛനാണെങ്കിൽ അവൾ കണ്ടുപിടിക്കട്ടെ, നീ ഇറങ്ങി തിരിക്കണേ എന്തിനാ? ഇപ്പം അമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, അത് അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ, എന്നാൽ സ്വന്തം കാര്യം നോക്കുമ്പോഴത്തേക്കും എല്ലാവരും വേറെ വഴിക്ക് പോകും, നിങ്ങളെ കാര്യവും അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് കൃഷ്ണ പറയുക, എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല, ആരെടുത്ത് സംസാരിക്കുന്ന അലീന ചേച്ചി? ഇല്ല, ഞാനിവിടെ രേവതി കുട്ടിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറയുക? അച്ഛനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ വീടിനെക്കുറിച്ച്, ഇനി അവിടെ നിന്ന് പോകുമ്പോഴുള്ള ആ കാര്യത്തെക്കുറിച്ച്. അതിന് പോയാലല്ലേ ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് നോക്കുന്നത് സ്റ്റാൻലി എവിടെ ഉണ്ടെന്ന് അറിയുകയും അവിടത്തേക്ക് വീണ്ടും യാത്ര തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം വിളിക്കുന്നുണ്ട് രാജീവിനെ. ഗംഗാധരൻ പറയുക, എന്തായിരുന്നു പെങ്ങളെ കാര്യം ഇനി എന്താവുമെന്ന് നമുക്കറിയില്ല, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബാലചന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത്, നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, പക്ഷേ അതുപോലും വകവയ്ക്കാതെ വീണ്ടും കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശത്തോടെ എൻ്റെ അഡ്രസ്സും എല്ലാം വാങ്ങിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത് കേട്ടതും രാജീവ് പറയുക, നമുക്ക് ഒരു പറ്റ എന്ത് ചെയ്യാൻ പറ്റിപ്പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? എല്ലാം ആദ്യമേ പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഗതി. ഓരോരുത്തർക്കും അന്ന് ഓരോ തിരക്കായിരുന്നു, അതുമാത്രമല്ല എന്ത് പറയണമെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. വൈജയന്തിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. പക്ഷേ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറയുക, അവൾക്കാണെങ്കിൽ എന്തോ ഒരു ചെറിയ സംശയം പോലെ തോന്നിയിട്ടുണ്ട്, ഇത്രത്തോളം അലീനയെ സ്നേഹിക്കുന്നത് എന്തിനാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ, ബാലചന്ദ്രൻ്റെ മകളാണെന്ന് അറിഞ്ഞത് പിന്നെ ഇത്തിരിയുടെ ദേഷ്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഇനി താൻ നിന്ന് ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചതെന്നും അമ്മയടുത്ത് പറഞ്ഞെന്നാണ് പറഞ്ഞ്. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പോയിട്ടേ അവൾ പോകുമെന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നേ. ഇവിടെയാണെങ്കിൽ അവളിവിടെ നിൽക്കണേൽ എല്ലാവർക്കും ഒരു വിരോധവും ഉണ്ട്. നമുക്കിപ്പം പട്ടിണി കിടക്കണമെന്ന് വൈജി എൻ്റെ അടുത്ത് പറഞ്ഞ്,
അത് വീട്ടിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരിടത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതുപോലെ ഇവിടെ നടക്കുവാന്ന്. ശിവന് ഫോൺ വിളിച്ചപ്പോഴത്തേക്കും രാജീവിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ. ഗംഗാധരൻ പറയുക, ഇനി എന്തായാലും വരനെടുത്ത് വെച്ച് കാണാം, നമുക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുക. എന്നിട്ടും അലീന രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പോയിരുന്നാലും നിങ്ങളാരും വിഷമിക്കരുത്, ഞാനാണെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വിളിക്കും. ഇപ്പം അച്ഛൻ പോയ സ്ഥലത്ത് അത് തേടിപ്പോയത് ഒരാളെയാണ്. അവിടെ ഞാൻ എത്തേണ്ടതാണ് എൻ്റെ നിയോഗമെങ്കിൽ ഞാൻ അവിടെ എത്തും. എന്നാലും നിങ്ങളെ ഞാൻ മറക്കില്ല, നിങ്ങൾ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും കൃഷ്ണമ്മോക്ക് ഭയങ്കര സങ്കടമാവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഇവിടെ നിൽക്കുന്ന ദിവസം നമുക്ക് നല്ല രസമായിട്ട് അടിച്ച് പൊളിച്ച് നമുക്കിവിടെ നിൽക്കാം. രേവതിക്കുട്ടി പറയുക, അത് ഞാൻ ഏറ്റു, ഞാനില്ലേ നിങ്ങളെ കൂടെ, നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് സ്ഥലത്തൊക്കെ പോകണം. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് എല്ലായിടത്തും കറങ്ങാനൊക്കെ പോകണം കേട്ടോ എന്നൊക്കെ അലീനെടുത്ത് പറയുന്നുണ്ട് രേവതിക്കുട്ടി. ഞങ്ങളെപ്പോഴേ റെഡി എന്ന് കൃഷ്ണയും പറയുന്നുണ്ട്.